അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇപ്പോൾ പിസ്സ ഉണ്ടാക്കുന്നത് കാണിച്ചു തരുന്നത്. ഇത് ലൈറ്റ് ചൂടിൻ്റെ വെള്ളമാണ്. അതിൽ 1 സ്പൂണ് ഈസ്റ്റ്, ഡ്രൈ ഈസ്റ്റാണിത്. അതിട്ടിട്ട് കുറച്ച് പഞ്ചസാര, 1 ടീസ്പൂൺ എടുത്തിട്ട് അതിൽ പാതി ഇതിലിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അതൊരു ആക്ടിവേറ്റ് ആകും. അത് കുറച്ച് നേരം മൂടി വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പുളിച്ച പോലെ അങ്ങനെ ഇതുപോലെ നൊറ പോലെ വരും. അതിന് വേണ്ടി വെക്കുന്നതാണ്. അത് വെച്ചതിൻ്റെ ശേഷം പിന്നെ ഒരു 10-15 നിമിഷം വെച്ചാൽ മതി കേട്ടോ. ഇപ്പം നമ്മൾ ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദപ്പൊടി എടുത്തേക്ക് അതിൽ ഈ ആക്ടിവേറ്റ് ആയ ഇതില്ലേ എന്താ ഈസ്റ്റ് അത് ഒഴിച്ചോ. ഓക്കെ, ചെറുങ്ങനെ നടുക്കൊരു കുഴി പോലെ ആക്കിയിട്ട് അതിലേക്ക് ആക്ടിവേറ്റ് ഈസ്റ്റ് ഒന്ന് ഒഴിച്ചിട്ട് പിന്നെ 1 പിഞ്ച് വേണ്ട നല്ല പൊന്തി വന്നിക്കത്. ഓക്കെ, 1 പിഞ്ച് 1/2 ടീസ്പൂൺ പഞ്ചസാരയും 1 പിഞ്ച് ഉപ്പിടണം. അത് നേരത്തെ 1 ടീസ്പൂൺ എടുത്തിക്കുക, അതിൽ ബാക്കി വെച്ച പഞ്ചസാര ഇതിലിട്ടുക. ഓക്കെ, എന്നിട്ട് ഒന്ന് നല്ലോണം കുഴച്ചേക്കും. നിങ്ങൾ കുറച്ച് വെള്ളം ഒഴിച്ചു, അതായത് ചൂടുവെള്ളം തന്നെ അതിൽ ബാക്കിയുണ്ട്. നേരത്തെ ചൂട് ചെയ്തതിൽ ബാക്കിയുണ്ട വെള്ളമാണ് ഇതിൽ ഒഴിക്കുന്നത്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട്, അതായത് ജാസ്തി ടൈറ്റായിട്ടുണ്ടായിരുന്നു, കുറച്ചും കൂടി തണ്ണി ഒഴിക്കണം, വാട്ടർ ഒഴിക്കണം. ഒഴിച്ചിട്ട് കുറച്ച്, അതായത് കയ്യിൽ പറ്റിപ്പിടിക്കുന്ന പോലത്തെ ഇത് വേണം. ഭയങ്കര ഹാർഡായിട്ടൊന്നുണ്ടായിരുന്നു, നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ ഹാർഡായിട്ടുണ്ടായിരുന്നു. അത് ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു, കുറച്ച് വെറ്റിന് ഇതുപോലെ ഉണ്ടാവണം കേട്ടോ. അങ്ങനെ ആക്കിയിട്ട് ഇതിലിപ്പോൾ കുഴച്ച് കഴിഞ്ഞ് അതിൻ്റെ ശേഷം കുറച്ച് എണ്ണ മേലെയും ആ ബൗളിലെല്ലാം ചുറ്റിയിൽ കുറച്ച് പുരട്ടി കൊടുത്തേക്ക്. എന്നിട്ട് ക്ലോസ് ചെയ്ത് വെച്ച് ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ 2.5 മണിക്കൂർ, അങ്ങനെ എത്രത്തോളം 2 മണിക്കൂർ 3 മണിക്കൂറായാലും പ്രശ്നമില്ല. ചൂട് സമയമാണെങ്കിൽ വേഗം പൊന്തും, അപ്പോൾ അത്ര വെക്കണ്ട. ഇപ്പോൾ തണുപ്പായതുകൊണ്ടിട്ട് 2-3 മണിക്കൂറെല്ലാം വെച്ചാലും ഒന്നും പ്രശ്നമില്ല, പൊന്തി വരും നിങ്ങൾക്ക്. ചൂടാണെങ്കിൽ വെയിലത്ത് വേഗം പൊന്തും, പുളിച്ച് ഇതാകും. ഇത് കുറച്ച് തണുപ്പല്ലേ ഇപ്പോഴത്തെ ക്ലൈമറ്റ്, അതുകൊണ്ടിട്ട് കുറച്ച് സമയം എടുക്കും. എന്നാലും 2-2.5 മണിക്കൂറിൻ്റെ ഉള്ളിൽ അത് നല്ലോണം ഇപ്പോൾ ഈ സൈസിൻ്റെ 3 മടങ്ങായിട്ട് ജാസ്തിയാകും. ഓക്കെ, ഇപ്പോൾ ക്ലോസ് ചെയ്തിട്ട് നിങ്ങൾ വെച്ചേക്ക്. ഇപ്പോൾ നമ്മൾ എന്താക്കുന്നത്, ഈ കുടമുളകല്ലേ, എന്താ പറയുക അതിന്, ക്യാപ്സിക്കം, അത് ഇപ്പോൾ എൻ്റെ അടുത്തുണ്ട്. ഗ്രീൻ കളറാണ് എടുത്തത്. അത് എന്ത് കളറായാലും പ്രശ്നമില്ല. അതിങ്ങനെ റൗണ്ടായിട്ട് മുറിച്ച് വെച്ചിക്ക്. അതുപോലെ നമ്മൾ അന്ന് കാണിച്ചു തന്നില്ലേ ഈ ചിക്കൻ പെപ്പറോണി, അതാണിത്. ഇത് ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് ഡീഫ്രോസ്റ്റ് ചെയ്തിട്ട് അതിനെ റൗണ്ടായിട്ട് കട്ട് ചെയ്ത് സ്ലൈസ് ചെയ്ത് വെച്ചിക്ക്. പിന്നെ ഇത് റൗണ്ട് തന്നെ കട്ട് ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് ചെറിയ കുട്ടി പീസായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം, അത് നിങ്ങളെ ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാൻ റൗണ്ടായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിക്ക്. പിന്നെ ഇത് ചീസ്, മൊസറല്ല ചീസ് പറഞ്ഞിട്ട് വെക്കുന്നുണ്ട്. ഇപ്പം എൻ്റെ അടുത്ത് ചീസ് ക്യൂബ്സ് ഉണ്ട്, അതിനെ ഞാൻ ഇങ്ങനെ ഇതാക്കിയിട്ട് ചിരണ്ടിയിട്ട് വെച്ചതാണ്. ഓക്കെ, ഇപ്പം മാവ് കണ്ട നമ്മൾ ചെയ്തതിനെക്കാട്ടി എത്ര ജാസ്തി അയക്കുന്നുണ്ട്, 2.5 മണിക്കൂർ എത്രത്തോളം അയക്കുന്നുണ്ട്. അതിൻ്റെ ശേഷം എന്നെടുത്ത് ഒന്നും കൂടി കുഴച്ചിട്ട്, ഇപ്പോൾ ഇതിൽ ഞാൻ ചെയ്യുന്ന 2 പിസ്സ ഉണ്ടാക്കുന്നത്. ഓക്കെ, അതൊന്നും കൂടി കുഴച്ചിട്ട് നമ്മളതിനെ 2ആയിട്ട് ഈക്വൽ പാർട്സ്, എത്ര ചെറിയ കുട്ടിയൊക്കെ ചെറുതായിട്ട് 3-4 അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഞാൻ 2 ചെയ്യുന്നുള്ളൂ, കുറച്ച് വലിയ സൈസാണ്. അങ്ങനെ ഇപ്പോൾ ഇത് കുഴച്ചതിൻ്റെ ശേഷം ഇത് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തവർ ഒന്ന് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യ്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്ക് പ്ലീസ്. ഇപ്പോൾ 2 ഈക്വൽ ഷേപ്പ് സൈസായിട്ട് എടുത്തിട്ടുണ്ട്. ഓക്കെ, അതിനെ വന്നിട്ട് ഇത് നമ്മൾ വീട്ടിൽ ചെയ്യുന്നതാണ്, മൈക്രോ ഓവനിൽ അങ്ങനെ ഒന്നല്ല. സാധാരണ നമുക്കുണ്ട് എന്താ പറയുന്നത്, ദോശ ചുടുന്ന ഇതില്ലേ, ദോശക്കല്ല്, പണ്ട് ഓടെന്നാണ് പറയൽ, ഇപ്പം എന്താ പറയാനറിയില്ല. അങ്ങനത്തെ ആ ഓട്ടിൻ്റെ മേലെയാണ് നാം വെക്കുന്നത് കേട്ടോ, നോൺ സ്റ്റിക്കല്ല. അതെല്ലാം ആകുമ്പോൾ നിങ്ങൾക്ക് വേഗം ഇതാകും. ഇത് പഴയതുണ്ടെങ്കിൽ ഓട്ടോയായാലും തുറു പിടിച്ച് വേണ്ടാന്ന് വെച്ച് വീസാനായിട്ട് വെച്ചതാണെങ്കിലും കൂടി അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതിനോട് വീട്ടിലുണ്ട സാധനമാണ്, കറണ്ടിൻ്റെ ആവശ്യമില്ല, നമ്മളെ ഗ്യാസ് അടുപ്പിൻ്റെ മുകളിൽ ചെയ്യാൻ പറ്റിയതാണ്. ഓക്കെ, ഇപ്പോൾ ഈക്വൽ സൈസിലെടുത്തു കഴിഞ്ഞ് പിന്നെ അതിനെ ഒരു പ്ലേറ്റിൽ കുറച്ച് എണ്ണ പുരട്ടിയിട്ട് അതിൻ്റെ മേലെ ഇതുപോലെ ഇങ്ങനെ തട്ടിക്കൊടുക്കാം, പരത്തിയിടാൻ. ഇപ്പോൾ പലകയിൽ വെച്ചിട്ട് നിങ്ങൾ കോയിലുകൊണ്ട് പരത്തുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇപ്പം ഞാൻ ചെറുങ്ങനല്ലോ 2 ഉള്ളൂ,
അപ്പോൾ കൈ കൊണ്ട് ഇങ്ങനെ ആദ്യം പ്ലേറ്റിൽ കുറച്ച് എണ്ണ വരട്ടിയിട്ട് അതിൻ്റെ ശേഷം ഇങ്ങനെ അതിന് നല്ലെണ്ണ അമർത്തി കൊടുത്തിട്ട് ഒരേ ഷേപ്പിൽ എന്നിട്ട് അതിൻ്റെ മുകളിൽ പിന്നെയും കുറച്ച് എണ്ണ തരച്ചിട്ട് പിന്നെ ഈ ഫോർക്ക് വെച്ചിട്ട് ഒന്ന് കുത്തിടണം. എന്തിനു പറഞ്ഞാൽ അപ്പം തന്നെ നിങ്ങൾക്ക് ഇത് വലിങ്ങനെ പൊന്താണ്ട് ഇങ്ങനെ കറക്റ്റായിട്ട് അതേ ഷേപ്പിലുണ്ടോ കുറച്ച് വേഗം അത് പൊന്തുമല്ലോ, അത്രയേ ഉള്ളൂ. ഭയങ്കര തിന്നല്ല, ഒരളവുക്ക് ഫാറ്റായിട്ടുണ്ടാവണം. അപ്പം അതിൻ്റെ മുകളിൽ ടൊമാറ്റോ കെച്ചപ്പ്. ഇതിനായിട്ട് പിസ്സ സോസ് വിൽക്കുന്നുണ്ട്. ഞാൻ ഒന്നും പുറത്തുനിന്ന് വേണ്ടാതെ വാങ്ങിയിട്ടില്ല. ഇതിലുണ്ട് നമ്മൾ എപ്പോഴെങ്കിലും ചെയ്യും, വെറുതെ ആ സോസെല്ലാം വാങ്ങി വെച്ചിട്ട് വേസ്റ്റാകും. അപ്പോൾ ഉണ്ടത് കൊണ്ടിട്ട് നിങ്ങൾക്ക് കാണിക്കുന്നതാണ്. ഓക്കെ, വീട്ടിലുണ്ട് സാധനം ഇതാ. ഇപ്പോൾ ചിക്കൻ പെപ്പറോണിയാണ് ഇത്. ഇതിനെയും പൊരിച്ചിട്ട് വെക്കുന്നുണ്ടെങ്കിൽ പൊരിച്ചിട്ട് വെക്കാം നിങ്ങൾക്ക്. ഞാൻ ഇപ്പോൾ പൊരിച്ചിട്ടൊന്നുമില്ല, ഇത് വേവിച്ചതാണ്. അന്ന് കാണിച്ചില്ല, കഴിഞ്ഞ യൂട്യൂബിൽ കാണിച്ചിട്ടുണ്ടല്ലോ നിങ്ങൾക്ക് ഇത് ചെയ്യുന്ന മെത്തേഡ്. അത് അങ്ങനെ ഫ്രീസറിൽ വെച്ചതാണ്. ഇപ്പോൾ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് ഡീഫ്രോസ്റ്റ് ചെയ്തിട്ട് അതിന് പീസ് ഇട്ടിട്ട് നിങ്ങൾക്ക് കാണിക്കുന്നത്. ഓക്കെ, സ്ലൈസ് ഇട്ടിട്ട്. അപ്പോൾ അതിൻ്റെ മേലെ ഈ ക്യാപ്സിക്കം അത് വന്നിട്ട് ഇങ്ങനെ റൗണ്ടിലേ വെക്കണമെന്നില്ല. നിങ്ങൾക്ക് ചെറിയ ചെറിയ കഷ്ണമായിട്ട് ഇതിൻ്റെ മേലെ ഉള്ളി, തക്കാളി എന്താ വേണ്ടി ഇടാം. ഓളിവ് ഉണ്ടെങ്കിൽ ഓളിവ്. ഇത് വന്നിട്ട് നോർമൽ സാധാരണ നമ്മൾ ആൾക്കാർ വീട്ടിൽ വെച്ചിരിക്കുന്ന സാധനം കൊണ്ട് നമ്മൾ കുട്ടികൾക്കൊന്ന് ചെയ്ത് കൊടുക്കാനായിട്ട് കാണിച്ചു തരുന്ന ടിപ്സാണ്. ഓക്കെ, ഇതാ. ഇപ്പോൾ അതിൻ്റെ മേലെ ആ ചീസും ക്യാപ്സിക്കം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ചീസ്. ഇതാ കണ്ട ഓട്, പഴയ ഓടാണ്. അതിൻ്റെ മേലെ ഈ പ്ലേറ്റും വേണ്ടാത്ത പ്ലേറ്റാണ്, പഴയ പ്ലേറ്റാണ്. അതിൻ്റെ മുകളിലാണ് നമ്മൾ ചെയ്ത് വെച്ച പിസ്സേൻ്റെ പ്ലേറ്റ് വെക്കുന്നത്, നല്ല പ്ലേറ്റ്. അടിയിലുണ്ടതെല്ലാം കുറച്ച് പഴയതാണ്. എന്നിട്ട് ഇങ്ങനെ മൂടി വെച്ചേക്ക്. മൂടി വെച്ച് കുറച്ച് ചൂട് പിടിക്കുന്ന കുറച്ച് ഹൈ, പിന്നെ സിമ്മാക്കിക്കോ. എന്നിട്ട് നോക്കിയാൽ നല്ലോണം വെന്ത് കിട്ടും. ആ ചീസെല്ലാം ഇന്നും വെച്ച് വന്നാൽ ഇന്നും മെൽറ്റാവും, നല്ലോണം മെൽറ്റാവും. നമ്മൾ എത്രത്തോളം വെക്കുന്നോ അത്രത്തോളം നല്ല മെൽറ്റായിട്ട് കിട്ടും ചീസ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ സംഗതി. ഈസി മെത്തേഡാണ്, വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയതാ. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. അതെടുക്കുക, ഇങ്ങനെ എടുക്കുക, അല്ലാണ്ട് നിങ്ങൾക്കിതാ കട്ട് ചെയ്ത് കാണിച്ചു തരാം. നന്നായിട്ടുണ്ട്. അതുപോലെ ആ പ്ലേറ്റ്, അടിയിൽ വെക്കുന്ന പ്ലേറ്റ് പഴയതായിരിക്കണം, കാരണം അതൊരു കറുത്ത് അങ്ങനെ കരി പിടിക്കും അടിയിൽ വെച്ച പ്ലേറ്റ്. ഓക്കെ, മേലത്തെ പ്ലേറ്റ് ഒന്നും ആവില്ല. ഇത് രണ്ടാമത്തെ പിസ്സ ഉണ്ടാക്കുന്നതാണ്. അതും അതേ മെത്തേഡാണ്, സെയിം. അതേപോലെ ഇത് 2 പീസല്ല, നമ്മൾ രണ്ട് ഉരുട്ട കിട്ടിക്കല്ലോ. അപ്പോൾ രണ്ടാമത്തേതിലും കെച്ചപ്പ് ഒഴിച്ചിട്ട് അതേ മെത്തേഡിൽ രണ്ടാമത്തും ചെയ്തത്. പിസ്സ എടുത്ത് കാണിച്ചു തരാം. നമുക്ക് സൂപ്പറായിട്ടുണ്ട്. വീട്ടിൽ ട്രൈ ചെയ്ത് മക്കൾക്കെല്ലാം ചെയ്ത് കൊടുക്കുക. ഇത് നിങ്ങൾ വീട്ടിൽ ചെയ്താൽ നിങ്ങൾക്ക് നല്ല ഇതാ. ഇപ്പോൾ ഇതെടുത്ത് നോക്ക്, ഈ പ്ലേറ്റ് ഇതിങ്ങനെ ഉണ്ട്. മറ്റേ പ്ലേറ്റ് അടിയത്തെ പ്ലേറ്റാണ് കരിഞ്ഞിട്ടുണ്ടാകാൻ. ഈ മേലത്തെ ഇതാ കണ്ട, മേലത്തെ പ്ലേറ്റ് ഒന്നും കരിയില്ല. താഴത്തെത്തതും പിന്നെ ആ ഓട്ടിൻ്റെ ഇതാണ് കരിയാൻ കുറച്ച്. ഓക്കെ, ട്രൈ ചെയ്ത് നോക്ക്. ബൈ, താങ്ക് യു.